എൻ്റെ എന്തുവാ ചീര ഉണക്കിയതാണ്. ഇത് ഉണക്കി നല്ല 100% ഇതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വെള്ളത്തിൽ ഇടുമ്പം പഴയ രീതിയിൽ തന്നെ പച്ചയ്ക്ക് നമ്മൾ ഏത് രീതിയിലാണോ പച്ച എന്തുവാ എടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ കിട്ടുന്ന ചീരയാണ്. വെള്ളത്തിൽ ഇടുമ്പോൾ നമുക്ക് പച്ചയ്ക്ക് നമ്മൾ സാധാ പച്ച ചീര പിഴുതിട്ട് എങ്ങനെയാണോ അരിഞ്ഞ് കൂട്ടാൻ വെക്കുന്ന അതേ ടേസ്റ്റും അതേ രൂപം തന്നെ തിരിച്ചു വരും. പിന്നെ പൊടിച്ചിട്ട് പിള്ളേർക്ക് ആഹാരമൊക്കെ കഴിക്കാത്ത ചീരയൊക്കെ കൂട്ടാത്ത പിള്ളേർക്ക് പൊടിയായിട്ട് ഇച്ചിരി എന്തത്തിനകത്തെങ്കിലും ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഇതാ. അങ്ങനത്തെ ഇത് എൻ്റെ പ്രൊഡക്റ്റാണ്. ആദ്യമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നത്. പിന്നെ മത്തനില, മത്തൻ്റെ പൂ, ഇത് മത്തൻ്റെ ഇല, ക്യാരറ്റ്, ഇതെല്ലാം വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പം നമ്മുടെ പഴയ പച്ച ക്യാരറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ കിട്ടും. ഇത് പഴുത്ത ചക്ക, ഇത് പച്ചച്ചക്ക, ഇത് വെണ്ടയ്ക്ക, ഇത് സ്റ്റാർ പുളി, സ്റ്റാർ ഫ്രൂട്ടും പുളിയും രണ്ടും കൂടെ ഉപയോഗിക്കാം. ഇത് കപ്പയ്ക്ക, പഴുത്ത കപ്പയ്ക്ക, ഇത് അതിൽ നല്ലോണം പഴുക്കാത്ത. ഇത് ആപ്പിൾ ചാമ്പ, ബീൻസ്, ഇത് അവിയലിനൊക്കെ ഉള്ള എല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഉണക്കി പരീക്ഷിച്ചു നോക്കിയതാണ്. കൊള്ളാം. ഈ കറ്റാർ വാഴ എടുത്ത് വെച്ചേക്കുന്നത് ഇത് പൂമ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉണക്കി സൗന്ദര്യ വസ്തുക്കളാണ്. എൻ്റെ കയ്യിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നതെല്ലാം സൗന്ദര്യ വസ്തുക്കളാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ ഒത്തിരി പ്രൊഡക്റ്റുണ്ട്. ആവശ്യമുള്ളവർ എൻ്റെ ഫേസ്ബുക്കുമായിട്ട് ബന്ധപ്പെടുക. ഹായ്.